ഡോക്ടർ ബിജു നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ ബിജു, താങ്കളാണ് ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകളോട് ഏറ്റവും കടുത്ത അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം അദ്ദേഹം മുമ്പും ചില പരാമർശ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ളയാളാണ്. അദ്ദേഹത്തിന് കടുത്ത സവർണ ജാതിബോധമുണ്ട് എന്ന നിലപാടിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പട്ടികവർഗ വിഭാഗങ്ങൾക്കും വനിതകൾക്കും നൽകുന്ന ഫിലിം KSFDCയുടെ സബ്സിഡിയില് സിനിമാ നിർമ്മാണ ഫണ്ടിനകത്ത് ട്രെയിനിങ് ആവശ്യമാണെന്നുള്ളതാണ്. എനിക്ക് ഒറ്റ കാര്യമേ ഇതിനകത്തൊരു സംശയമുള്ളൂ. NFDC, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കഴിഞ്ഞ 10-40 വർഷങ്ങളായിട്ട് സിനിമാ നിർമ്മാണത്തിന് ധനസഹായം കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് അതിന്റെ പ്രോസസ്സ്. അപേക്ഷ വിളിക്കുന്നു, ഒരു കമ്മിറ്റി അതിനെ തെരഞ്ഞെടുക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ NFDC കഴിഞ്ഞ 10-45 വർഷങ്ങളായിട്ട് കൊടുക്കുന്ന ഈ സിനിമാ നിർമ്മാണ പദ്ധതിക്ക് ട്രെയിനിങ് ആവശ്യമില്ലേ അതിൽ തെരഞ്ഞെടുക്കുന്നവർക്ക്? അതും നമ്മളുടെ ഗവൺമെന്റിന്റെ ടാക്സിൽ തന്നെയാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ മാത്രം എന്താണ് ഈ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും, അത് പൊതുവിഭാഗത്തിനാണ് അവിടെ എല്ലാവർക്കും അപേക്ഷിക്കാം. അപ്പൊ ഇവിടെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും വനിതകൾക്കും മാത്രമായി ഒരു സ്കീം ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണത്. അത് മാത്രമല്ല, അതിൽ തെരഞ്ഞെടുപ്പ് വെറുതെ ആൾക്കാർക്ക് പൈസ കൊടുക്കുകയല്ല, അതിലൊരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ്. അതിൽ ആദ്യത്തെ കമ്മിറ്റിയിൽ ഞാനായിരുന്നു അംഗമുണ്ടായിരുന്നു. മരിച്ചുപോയ ജോൺ പോൾ സാറായിരുന്നു അതിന്റെ ചെയർമാന്. അപ്പൊ ഞാൻ, ജോൺ പോൾ സാറും ഒക്കെ അടങ്ങിയ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. എത്രയോ അപേക്ഷകൾ വന്നതിൽ നിന്ന് അവരുടെ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ച് അതിലേറ്റവും മെച്ചപ്പെട്ട സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുകയും അതിലേറ്റവും യോഗ്യരം തോന്നുന്ന ആളുകളെ ഇന്റർവ്യൂവിന് വിളിക്കുകയും അവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ച് 2-3 മീറ്റിങ്ങുകളൊക്കെ നടത്തി അത്തരത്തിലുള്ളൊരു ലോങ് പ്രോസസ്സിന് ശേഷമാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഈ കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് നിർമ്മിക്കപ്പെട്ട ഈ സ്കീമിൽ നിർമ്മിക്കപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത്, ആ സിനിമകളിൽ പലതും അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പോയി. ഈ കഴിഞ്ഞ ഏറ്റവും അവസാനം നിർമ്മിച്ച സിനിമ ഷാങ്ഹായിൽ മികച്ച നടികളുടെ പുരസ്കാരം വരെ നേടി. അപ്പൊ അത്തരത്തിൽ അക്ലൈംഡ് ആയിട്ടുള്ള സിനിമകളാണ്. ഒരു സിനിമകളും മോശമല്ല. അപ്പൊ എന്ത് സാഹചര്യത്തിലാണ് ഈ സിനിമകൾ നമ്മളൊരു ഫണ്ട് കൊടുത്തിട്ട് ഇറങ്ങിയ സിനിമകൾ മോശമാണെങ്കിൽ അതൊരു എന്താ പറയാ, നമുക്കൊരു പുനർവിചിന്തനം നടത്തുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. ഇതൊന്നും അല്ലാതിരിക്കെ, ഇറങ്ങിയ സിനിമകളൊക്കെ മെച്ചപ്പെട്ടതായിരിക്കെ, ഇറങ്ങിയ സിനിമകൾ ഒരു പ്രോസസ്സിൽ കൂടി വളരെ സുതാര്യമായി തിരഞ്ഞെടുത്തതായിരിക്കെ, യോഗ്യതയുള്ളവർക്ക് കൊടുത്തതായിരിക്കെ, ഇതിനകത്തൊരു വിചിന്തനം വേണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം ആൾക്കാർക്ക് അങ്ങനെ ഒരു സിനിമയുള്ള കഴിവൊന്നുമില്ല. അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്താലേ വനിതകളും ഇവിടുത്തെ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ണാടി വെച്ച് കാണുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ NFDCയിൽ സെയിം പ്രോസസ് നടക്കുന്നുണ്ട്, അവിടെയും പറയട്ടെ, അവർക്കും ട്രെയിനിങ് കൊടുക്കട്ടെ. ഒരു പക്ഷേ ഈ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കുമ്പോൾ പൊതുവിൽ അത് സിനിമയുടെ നന്മയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു തോന്നലുണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളിലെ ചില കാര്യങ്ങളാണ് ഈ സംശയത്തിന് ഇട നൽകിയത്. ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഈ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റ് അത് ഏതെങ്കിലും തരത്തിൽ ഡൈവേർട്ട് ചെയ്യപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ അത് ഒരു പരാജയപ്പെടുന്ന ഒരു തോന്നൽ ഉളവാക്കുക ചെയ്യുന്ന ഘട്ടം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അതോ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ തന്നെയാണോ ഇതിപ്പോൾ മുന്നോട്ട് പോകുന്നത്? അടൂരിൻ്റെ ഇങ്ങനെ ഒരു ഇടപെടൽ ഇപ്പം വന്നതിൻ്റെ കാരണം എന്തെന്നൊരു കണ്ടെത്തലിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞതാണ്, NFDC പ്രൊഡ്യൂസ് ചെയ്ത എത്രയോ സിനിമകളുണ്ട് കഴിഞ്ഞ 10-45 വർഷമായിട്ട്. അതിൻ്റെ ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്നതാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ദേശീയ അതിൻ്റെ സിനിമ നയം രൂപീകരിക്കുന്ന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഇതിനുള്ള 100 കണക്കിന് സിനിമകൾ NFDC ഉണ്ടാക്കിയിട്ടുണ്ട് ഫണ്ട് കൊടുത്തിട്ട്. ആ സിനിമകളൊക്കെയും എല്ലാം എന്താ പറയാ, ഒന്നും കുഴപ്പമില്ലാത്ത സിനിമകളായിരുന്നു. എല്ലാം വളരെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട സിനിമകളായിരുന്നു. അപ്പൊ അവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് ഈ 10-40 വർഷമായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ലേ? അപ്പൊ ഇവിടെ കേവലം ഒരു 4-5 വർഷങ്ങൾ മാത്രമായി സ്റ്റാർട്ട് ചെയ്ത്, അതും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗങ്ങൾക്ക്, ദളിത് ആളുകൾക്കും വനിതകൾക്കുമായിട്ടുള്ള ഒരു സ്കീമിലെ ആൾക്കാരെ വാർത്തെടുത്ത് കൊണ്ടുവരുമ്പോൾ അവർ ഇറക്കിയ കഴിഞ്ഞ ഒരു 6-7 സിനിമകളെ ഇറങ്ങിയിട്ടുള്ളൂ ഇതുവരെ. ആ 6-7 സിനിമകളിൽ 7 സിനിമകളും അത്യാവശ്യം മെച്ചപ്പെട്ട സിനിമകൾ തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പല ചലച്ചിത്രമേളകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള സിനിമകളുണ്ട്, പുരസ്കാരം നേടിയ സിനിമകൾ അക്കൂട്ടത്തിലുണ്ട്. അപ്പൊ ആ സിനിമകളൊക്കെ മെച്ചപ്പെട്ട സിനിമകളാണ്. പിന്നെ അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ റിലീസുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മറ്റേ KSFDCക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് എററാണ്. ആ സിസ്റ്റമാറ്റിക് എററുകൾ നമ്മൾ കൃത്യമാക്കി ഇതിന്റെ വിപുലമായ ഒരു റിലീസിംഗ് സമ്പ്രദായം ഉണ്ടാക്കുകയും അത് കൂടുതൽ ആളുകളിലേക്ക് പബ്ലിസിറ്റി എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാന്നുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത്തരം സിസ്റ്റം എറർ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിക്കുകയും ആ സിസ്റ്റം എറർ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യണം. പക്ഷെ അതിന്റെ അർത്ഥം ഇത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ട്രെയിനിങ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് എന്നുള്ളതല്ല. അവർക്ക് മെച്ചപ്പെട്ട സിനിമകൾ അവരുടെ
പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ആ സമയപരിമിതികൾക്കകത്തൊക്കെ നിന്നുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട സിനിമകൾ തന്നെയാണ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് അത്തരം മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ അങ്ങനെയല്ല, ഇത് മൊത്തം അബദ്ധമാണ് എന്നുള്ള മറ്റൊരു ചിന്ത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ്. അതന്നെ കൃത്യമായ ഒരു ചിന്താഗതിയുടെ ഭാഗമായാണെന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കത് പറയാം. യഥാർത്ഥത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ അംഗീകരിക്കപ്പെട്ട ഏറ്റവും വിഖ്യാതനായ ഒരു ചലച്ചിത്രകാരനെക്കുറിച്ച് ഇങ്ങനെ പരാമർശിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഇങ്ങനെ വിലയിരുത്തേണ്ടി വരുന്നതിൻ്റെ ദുഃഖമുള്ള കാര്യമാണ്. എങ്കിരുന്നാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ചില പ്രസ്താവനകൾ നമുക്കറിയാം. ഈ ചലച്ചിത്ര ഉത്സവത്തിൽ ഇംഗ്ലീഷ് അറിയുന്നവർ മാത്രം പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം മുമ്പ് നടത്തിയ ഒരു പരാമർശ വിവാദത്തിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം എടുത്ത നിലപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമായി കൂട്ടി വായിക്കപ്പെടുമ്പോഴാണോ അടൂരിൻ്റെ വാക്കുകൾക്ക് കൂടുതൽ അത് പ്രശ്നമായി മാറുന്നത്? ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുന്നതാണ്. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇന്നലെയും അദ്ദേഹം പ്രസ്താവിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ വിഷയങ്ങളിൽ ഞങ്ങൾ നന്നായി നടത്താൻ ശ്രമിച്ചപ്പോൾ നല്ലൊരു മനുഷ്യനെ പുറത്താക്കി. അപ്പോൾ എന്ത് ആരോപണത്തിന്റെ പിന്നിലാണ് പുറത്താക്കിയെന്നുള്ളതൊന്നും അവിടെ പ്രശ്നമല്ല. അതിനുശേഷം അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം എന്താണ് അവസ്ഥ? അതിനുശേഷം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ജിജോയിയെ പോലെ സയ്യിദ് മിർസയാണ് ഇപ്പോൾ അവിടുത്തെ ചെയർമാൻ. പിന്നെ അവിടുത്തെ MD എന്ന് പറയുന്നത് പിന്നെ ജിജോയിയാണ്. അപ്പൊ ജിജോയി സയ്യിദ് മിർസയും എന്തായാലും അടൂർ ഗോപാലകൃഷ്ണനെക്കാട്ടും മോശം ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പൊ അവരൊക്കെ വന്നതിന് ശേഷം വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുകയും വളരെ നല്ല രീതിയിൽ ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പോലും അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പുറത്തിറങ്ങിയ ശേഷം അതൊക്കെ അങ്ങ് മോശമായി പോയി, അവിടെ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒരു എലൈറ്റിസം എന്ന് പറയുക, ഈ എലൈറ്റിസത്തിന്റെ ഒരു ക്ലാസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ സിനിമകൾ നിർമ്മിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഏതുതരം സിനിമകൾ നിർമ്മിക്കുന്നത്, എലൈറ്റ് ക്ലാസിന്റെ കഥ പറയുന്ന സിനിമകൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എലൈറ്റ് ക്ലാസിനെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നോക്കിക്കാണുന്നതിന്റെ പ്രശ്നമാണ് ഈ KR നാരായണൻ ഉൾപ്പെടെ അവിടുത്തെ വിഷയങ്ങളൊക്കെ തീർത്ത് സയ്യിദ് മിർസയും ജിജോയും ഉൾപ്പെടെയുള്ള ഒരു ടീം വളരെ ഭംഗിയായി അവിടെ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവിടെ മൊത്തം കുഴപ്പമാണ്. ഞങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചു, അത് പിൻവലിച്ചു, വീണ്ടും കുഴപ്പത്തിലേക്ക് പോയി എന്നൊക്കെയുള്ള മറ്റുള്ള നറേഷൻസ് കൊണ്ടുവരുന്നത്, ആ നറേറ്റീവ്സ് കൊണ്ടുവരുന്നത് ഒരു എലൈറ്റിസം എന്നുള്ള ഒരു മെന്റാലിറ്റിയുടെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ ബിജു, താങ്കൾ തിരക്കിലാണെന്നറിയാം. ഒരു കാര്യം കൂടി, അതായത് ഒരു പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ സിനിമാ രംഗത്തേക്ക് വന്നത് ഏറെ ക്ലേശകരമായ ദൗത്യങ്ങൾ, ഏറെ വെല്ലുവിളികൾ, ഏറെ പ്രതിസന്ധികൾ, അങ്ങനെ നിരവധി അവസരങ്ങൾ, അങ്ങനെ ആവാം അവരുടെ ഒരു വഴി. പക്ഷേ ഇപ്പോൾ കഴിവുള്ളവർക്ക് സിനിമയിലേക്ക് വരാൻ അല്പം കൂടി എളുപ്പമായ സാഹചര്യമുണ്ട്. ഒന്ന്, സർക്കാരിൻ്റെ ഇത്തരം പ്രോജക്റ്റുകളുണ്ട്. 2, പുതിയ കാലത്ത് പുതിയ സാധ്യതകളുണ്ട്, ടെക്നോളജി നമ്മുടെ കൈപ്പിടിയിലുണ്ട്. അങ്ങനെ വളരെ സാഹചര്യങ്ങൾ അനുകൂലമാണ്. ഒരുപക്ഷേ അങ്ങനെ കൂടുതൽ ആളുകൾ, അതായത് ഇന്നലെ ഒരു സ്റ്റുഡൻ്റായ ഒരു വ്യക്തി തൊട്ട് പിറ്റേ ദിവസം ഒരു സിനിമ എടുക്കുന്നു, അല്ലെങ്കിൽ മുഖ്യധാരയിൽ ഒട്ടുമില്ലാത്ത ഒരാൾക്ക് പോലും വളരെ വേഗത്തിൽ കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ വരുമ്പോൾ അത് അല്പം പഴമക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ഒരു കണ്ണുകൂടി ഇതിൻ്റെ അകത്തുണ്ടോ? അല്ലെങ്കിൽ ഈ കാലം മാറുന്നത് നമ്മൾ തിരിച്ചറിയണം. ടെക്നോളജിയുടെ അപ്ഡേഷനൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവർക്കും പ്രാപ്യമായ രീതിയിലേക്ക് മുൻപ് സിനിമ എന്ന് പറയുന്ന ഒരു എലൈറ്റ് ക്ലാസ് ആയിട്ട് മാറി നിൽക്കുകയായിരുന്നു. ഈ താഴ്ന്ന മനുഷ്യന്മാർക്ക്, സാധാരണക്കാരായ മനുഷ്യന്മാർക്കൊന്നും കടന്നു വരാൻ പറ്റാത്ത ഒരു മതിൽ കെട്ടിപ്പിടിച്ച് കുറച്ച് അപ്പർ ക്ലാസ്സുള്ള ആളുകൾക്ക് മാത്രം കടന്നു വരാവുന്ന ഒരു രീതി എന്നുള്ള രീതിയിലാണ് മലയാള സിനിമ ഉൾപ്പെടെയുള്ളത് ഉണ്ടായിരുന്നത്. അത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ മറ്റുള്ളവർക്ക് അങ്ങോട്ടേക്ക് കടന്നുകൂടാൻ പോലും ബുദ്ധിമുട്ടായ ഒരു കാലമായിരുന്നു. പക്ഷെ ഇന്നത് മാറി. ഇന്ന് അത്യാവശ്യം ടെക്നോളജി ആവശ്യമുള്ള ഏത് മനുഷ്യന്മാർക്കും വരാം. പക്ഷെ ഒപ്പം മാറിയൊരു കാര്യമുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിലുണ്ടിരുന്നിടത്ത് ആ സമയത്ത് മലയാളത്തിൽ കൂടിപ്പോയി കഴിഞ്ഞ 10-25 സിനിമകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് ഉള്ള ചോയ്സും സെലക്ഷനും ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ 100 കണക്കിന് സിനിമകളാണ് ഇറങ്ങുന്നത്. അപ്പൊ എല്ലാവരും സിനിമ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, അതനുസരിച്ചിട്ടുള്ള കോമ്പറ്റീഷനും കൂടി വരികയാണ്. ഇപ്പോൾ ഒരു 250-300 സിനിമകളോടാണ് ഇവിടെ ഇറങ്ങുന്ന ഓരോരുത്തരും മത്സരിക്കേണ്ടത്. അതിൽ ഏറ്റവും മികച്ചതാവുക എന്നുള്ള ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ അവസരം കൂടുമ്പോൾ കോമ്പറ്റീഷനും കൂടുന്നുണ്ട്. വളരെ നന്ദി.